ഇഗ്നൈറ്റിംഗ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് ഉൾപ്പെടുത്തിയതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കുന്തോറും നമുക്ക് കൂടുതൽ റാങ്ക് മുൻപിലെത്താൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നത് കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ചോദ്യത്തിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. പാറ്റേൺ മനസ്സിലാക്കുക മാത്രമല്ല, ഇതിലൂടെയുള്ള ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നെന്ന് വെച്ചാൽ സിലബസിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചോദ്യങ്ങളുടെ ആ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എത്രത്തോളം ചോദ്യങ്ങളുമായി നമ്മൾ ഇടപഴകുന്നോ പരീക്ഷാ സമയത്ത് നമുക്ക് ഈ ചോദ്യങ്ങളൊരു പുതുമയായി തോന്നത്തില്ല. നമ്മൾ അത്രത്തോളം ഇടപഴകുന്നൊരു കാര്യം നമുക്ക് അത്രത്തോളം ശീലമുള്ളൊരു കാര്യമാകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വല്ലാതെ കൂടും. അതുകൊണ്ട് ഡെയിലി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്യുക, അതൊരു പ്രധാന കാര്യമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം. നമ്മൾ ഈ എപ്പിസോഡിൽ 2017 ചോദിച്ച LDC എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് കേട്ടോ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം: കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഏതു താലൂക്കാണ് കേരളത്തോടൊപ്പം കൂട്ടിച്ചേർത്തത്? ഉത്തരം ഹോസ്ദുർഗ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഉത്തരം ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. ഈ ചോദ്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ ചോദ്യങ്ങൾ എഴുതിയെടുക്കുക, അതിൻ്റെ ഉത്തരം അതോടൊപ്പം എഴുതിയെടുക്കുക. നമുക്ക് പരീക്ഷയുടെ സമയമാകുമ്പോഴേക്കും ഒരു റിവിഷന് വേണ്ടിയിട്ട് ഒന്നുകൂടി നോക്കേണ്ട കാര്യമേ അപ്പോൾ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. ഞാൻ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുമുണ്ട്, പരമാവധി സ്പീഡ് കുറച്ചാണ് പറയുന്നത്. നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കേരളത്തോടൊപ്പം കൂട്ടിച്ചേർത്തത്? ഉത്തരം ഹോസ്ദുർഗ്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഉത്തരം ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്ത ചോദ്യം: ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം? 2006 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം 2006. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തതാര്? 4 ഓപ്ഷൻസ് ആണ്: കുഞ്ഞപ്പി, ഗോവിന്ദപ്പണിക്കർ, ബാഹുലേയൻ, KP കേശവമേനോൻ. ഇതിന് ശരിയായ ഉത്തരം KP കേശവമേനോനാണ്. അടുത്ത ചോദ്യം: ഖേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം രാജസ്ഥാനാണ്. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങൾ വീണ്ടും പറഞ്ഞു, ആ ചോദ്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 2006. താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തതാര്? KP കേശവമേനോൻ. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഉത്തരം രാജസ്ഥാൻ. അടുത്ത ചോദ്യം: 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനമേത്? ഉത്തരം ഗുജറാത്താണ്. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ? ഉത്തരം ആരാച്ചാറാണ്. നമ്മൾ പുരസ്കാരങ്ങൾ നേടിയവരുമൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുടെ ഒരു എപ്പിസോഡ് വരുന്നുണ്ട് ഉടനെ. അപ്പോൾ ഈ ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി പറയാം. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം? ഉത്തരം ഗുജറാത്താണ്. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ ആരാച്ചാറാണ്. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്നാണ്
പേഷ്വ എന്നാണ് ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടെയാണ്? നന്ദലാൽ ബോസ് വരച്ച ചിത്രമാണ്. ഓപ്ഷൻസിൽ രാജാ രവിവർമ്മയൊക്കെ കാണും. നിങ്ങൾ ഒരിക്കലും അതിൽ ചൂസ് ചെയ്യരുത്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെയാണ് കേട്ടോ. അതുപോലെ ഹിതകരണി സമാജം സ്ഥാപിച്ചതാര്? ഹിതകരണി സമാജം, ഉത്തരം വീരേശലിംഗമാണ് ഹിതകരണി സമാജം സ്ഥാപിച്ചത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഈ പറഞ്ഞത് ആരാണെന്നാണ്? ഉത്തരം മെക്കാളെ പ്രഭുവാണ്. ഒന്നുകൂടി ആ ചോദ്യം പറയാം. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട വർഷം? 1966. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ 2 ചോദ്യമാണ് പഠിച്ചത്. ചിലപ്പോൾ താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് ഉത്തരം ശരിയായി എഴുതാൻ പറ്റും, ഇന്ത്യയും പാകിസ്ഥാനും ആണെന്ന്. 2 അല്ല, ഇപ്പം 3 ചോദ്യങ്ങളായി. 1966 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട കരാർ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം താഷ്കന്റ് കരാറെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ 3 തരത്തിൽ ആ ചോദ്യത്തിനെ നേരിടാൻ പഠിക്കും. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിവൈസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട വർഷം 1966. ഈ ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞ മുഴുവൻ ചോദ്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഏതു താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഉത്തരം ഹോസ്ദുർഗാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഉത്തരം ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം 2006. താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തതാര്? KP കേശവമേനോൻ. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ഗുജറാത്താണ്. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ ആരാച്ചാർ. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെടുന്നത് പേഷ്വ എന്ന പേരിലാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെതാണ്. ഹിതകരണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകളാണ്. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട വർഷം 1966. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനത്തെയാണ് ജനഹിത പരിശോധന എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. അതുപോലെ ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് മണിപ്പൂർ. ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി.
ഈ ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടി ആവർത്തിക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി. അടുത്ത ചോദ്യം, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം മണിപ്പൂരാണ്. ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. സംസ്ഥാനമല്ല, ആദ്യത്തെ പ്രദേശം മണിപ്പൂരാണ്. അതുപോലെ ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി.